ഹായ് ഓൾ, വെൽത്തിഫൈൻ്റെ ഫോറക്സ് അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഗോൾഡിന്റെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഗോൾഡ് നമ്മുടെ ഈ ഒരു സപ്പോർട്ടിൽ എടുത്തിട്ട് അവിടെ നിന്ന് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പിന്നെ അവിടെ നിന്ന് റിട്രേസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു നമുക്കിവിടെ ഒരു വോയിഡ് കാണാനായിട്ട് പറ്റും, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ആ ഗ്യാപ്പ് എന്ത് ചെയ്തു? ഗോൾഡ് ബാലൻസ് ചെയ്തിട്ട് ഇവിടെ നിന്നൊരു സ്ട്രോങ് മൂവ്മെന്റ് മുകളോട്ടേക്ക് തന്നിട്ടുണ്ട്. അപ്പോ ഞാനൊരു ബുള്ളിഷ് മൂവ്മെന്റം തന്നെയാണ് ഗോൾഡിൽ ഇനി അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു സ്വിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിങ്ങിന്റെ ഒരു OT ലെവൽ, ഈ ലെവലിലൊക്കെ എന്താ ഒരു ബൈ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ലെവലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബൈ ഗോൾഡിൽ നോക്കാനായിട്ട് പറ്റും. അപ്പൊ മാർക്കറ്റ് ഈ ലെവലിൽ വന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ തരാണെങ്കിൽ നമുക്ക് ഈ ലെവലിൽ നിന്ന് ഒരു ബൈ മുകളിലോട്ടേക്ക് നോക്കാൻ പറ്റും. ഈ ഹൈ ഒക്കെ വരെ നമുക്ക് അത് നോക്കാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് വീക്കിലേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഗോൾഡിന്റെ ഒരു ബുള്ളിഷ് മൊമെന്റം ആണ്. ഇനി നമുക്ക് യൂറോ USD നോക്കാം. യൂറോ USDയിൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടേക്ക് ഒരു സ്ട്രോങ് ആയിട്ടൊരു മൊമെന്റം തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ ക്രിയേറ്റ് ചെയ്ത വോയിഡ് ഗ്രാബ് ചെയ്ത് പിന്നെയും താഴത്തോട്ടേക്കാണ് മൂവ്മെന്റ് തരുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനിയും താഴേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റിയാണ്. ഈ ലെവലൊക്കെ വരാൻ യൂറോ USD വരാനുള്ള ഒരു പ്രോബബിലിറ്റി അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ യൂറോ USD താഴേക്ക് ഈ ലെവലൊക്കെ വരാനുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ലെവലിൽ നിന്ന് താഴത്തോട്ടേക്ക് നമുക്ക് യൂറോ USDനെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. GBP JPY ഈ ഒരു ലെവലിൽ നിന്ന് താഴത്തോട്ടേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടായിരുന്നു. അത് ഓൾറെഡി നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ നിന്ന് ഈ ലെവൽ വരെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലെവൽ വരെ ആണ് വരാനുള്ള പ്രോബബിലിറ്റി എന്നുള്ളത്. ദെൻ അവിടെ നിന്ന് റിക്കവർ ആയി ഈ ഒരു ഹൈയിൽ എത്തിയിരിക്കുകയാണ്. സോ ഇനി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് മുകളിലേക്കായിരിക്കും GBP JPYയുടെ ഒരു മൊമെന്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത. സോ ഇതായിരുന്നു നമ്മുടെ ഈ ഒരു വീക്കിലെ അനാലിസിസ്. ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം.